ിലേക്ക് തുറന്നിട്ട ജാലകങ്ങളാണ് വയലാർ തന്നത്. നമ്മുടെ മുഴുവൻ പ്രകൃതിയെക്കുറിച്ചും എഴുതി. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാരച്ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. നമുക്ക് പ്രണയം തന്നത് വയലാറാണ്. അതിനു മുമ്പ് തമ്പുരാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും രാജകുമാരന്മാർക്കും രാജകുമാരിമാർക്കും മാത്രമേ പ്രണയമുണ്ടായിരുന്നുള്ളൂ. നാട്ടിൻ പുറത്തെ നീലിപ്പെണ്ണിന് പ്രണയമുണ്ടാക്കി കൊടുത്തു. മേലെ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു 4 കെട്ട്. ഇത് താഴെത്തട്ടിലെ പ്രണയത്തിൻ്റെയാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും പ്രേമിച്ച് ഒരു തലമുറകളിലെ സ്ത്രീകളെ മുഴുവൻ വയലാർ ദേവസ്ത്രീകളാക്കി. ഒലീനയൊക്കെ ആ തലമുറയുടെ ഈ അറ്റത്ത് പെട്ടത്. എൻ്റെ അമ്മയടക്കമുള്ളൊരു തലമുറ ദേവസ്ത്രീകളായി മാറിയത് വയലാറിൻ്റെ പ്രേമഗാനങ്ങൾ കേട്ട് 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 അഹല്യ പണ്ട് ശ്രീരാമപാദം കൊണ്ട് പുനർജനിച്ചതുപോലെ എന്തൊക്കെ മനോഹരമായ പദങ്ങളാണ്. സന്യാസിനി, ചക്രവർത്തിനി, പ്രേമ ഭിക്ഷുകി, അല്ലേ? വയലാർ സ്ത്രീകളെ അങ്ങനെയൊക്കെ വിളിച്ചത്. അങ്കനമാർ മൗലേ, അംശുമതി ബാലേ, അനങ്ക കാവ്യകലേ. സ്ത്രീകളെ ഇത്ര ആദരവോടും പ്രണയത്തോടും വിളിച്ച ചക്രവർത്തിനി, നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വെക്കൂ, നീ നഗ്നപാതയായി അകത്തുവരൂ, സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും, പഞ്ചലോഹ മണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവകന്യകകൾ നിന്നെ ഒരു കാവ്യലോക സഖിയാക്കും. ഏത് പെണ്ണാണ് ആ ശില്പഗോപുരത്തിലേക്ക് പോകാതിരിക്കുക, അല്ലേ? അത്രമേൽ പ്രണയാതുരമായിട്ടാണ്. വെണ്ണക്കല്ലു കൊണ്ടല്ല, വെള്ളി നിലാവു കൊണ്ടല്ല, സൗന്ദര്യദേവതെ നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. വെണ്ണക്കല്ലുകൊണ്ടല്ല, വെള്ളി നിലാവ് കൊണ്ടല്ല, ഈ സൗന്ദര്യ ദേവതയെ സ്വപ്നങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തതാണ്. എല്ലാ സ്ത്രീകളെയും സുന്ദരികളാക്കി. പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും എന്ന് പറഞ്ഞു. കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും. വയലാറിൻ്റെ വരികൾ ചെന്ന് തൊട്ടപ്പോൾ പൂക്കാത്ത കടമ്പുകളൊക്കെ പുഷ്പിച്ചു. എല്ലാ സ്ത്രീകളും സുന്ദരികളായി, എല്ലാ പുരുഷന്മാരും സുന്ദരന്മാരായി. വയലാർ പുരുഷന്റെ പക്ഷത്തു പ്രേമിച്ചു, സ്ത്രീയുടെ പക്ഷത്തു നിന്നും പ്രേമിച്ചു. രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? ഇത് സ്ത്രീയുടെ പ്രണയസങ്കല്പമാണ്. അതേസമയം ഈ ചക്രവർത്തിനി പുരുഷന്റെ പ്രണയസങ്കല്പമാണ്. ഇത് ലോകത്തിലെ മുഴുവൻ പ്രണയ സങ്കല്പങ്ങൾ